എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് മാറ്റി റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന പുതിയ സമയം വന്നിട്ടുണ്ട്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് മാറ്റിയിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ അറിയിച്ചിരുന്നത് മെയ് മാസം 21-ന് മറ്റന്നാൾ മെയ് മാസം 21-ന് +2 പരീക്ഷാഫലം വരുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് മെയ് മാസം 22-ലേക്ക് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, +2 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കൂ. നേരത്തെ മെയ് മാസം 21-ന് വരുമെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ അറിയിച്ചതെങ്കിൽ ഇപ്പോൾ ഇത് മെയ് മാസം 22, ഒരു ദിവസം കൂടി വൈകിയതിന് ശേഷം മാത്രമേ ഫലം പ്രസിദ്ധീകരിക്കുള്ളൂ. നിലവിൽ ഏറ്റവും പുതിയ വന്ന ഒരു അറിയിപ്പാണ്, വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. പ്രസിദ്ധീകരിക്കുന്ന സമയം അതായത് മെയ് മാസം 22-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി പത്രസമ്മേളനം വിളിച്ച് റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. ശേഷം ആ പത്രസമ്മേളനത്തിന് ശേഷം 4 മണി മുതലാണ് പ്രിയ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകുക. 4 മണി മുതൽ നിങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമായി തുടങ്ങും. 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വന്ന് പത്രസമ്മേളനം വിളിക്കും. 4 മണി മുതൽ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക സൈറ്റുകളിൽ റിസൾട്ട് ലഭ്യം. 3 മണിക്ക് വന്ന് പറയും എത്ര A+ ഉണ്ട്, എത്ര ഫുൾ A+ ഉണ്ട്, എത്ര സ്കൂളുകൾക്ക് 100% വിജയം, എത്ര പേര് പാസ്സായി, ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പാസ്സായത്, ഏത് ജില്ലയിലാണ് ഏറ്റവും കുറവ് പാസ്സായത്, എത്ര % വിജയമുണ്ട്, എല്ലാം വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കും. ശേഷം 3 മണിക്ക് അറിയിക്കും. 4 മണി മുതൽ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവും. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത് മെയ് മാസം 21-ന് വരുമെന്നാണ്. എന്നാൽ ഇപ്പോൾ 22-ലേക്ക് മാറ്റി. അതും 21 എന്നുള്ളത് 22-ലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ മൈ നെയിം ഈസ് കറിയ, ഫൗണ്ടർ ഓഫ് കറിയ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.